പാലായിൽ CYML ക്ലബ്ബ് ആസ്ഥാനം തകർത്ത സംഭവത്തിൽ കോടതി ഉത്തരവിനെ തുടർന്ന് പാലാ കത്തീഡ്രൽ പള്ളി അസിസ്റ്റന്റ് വികാരിമാർക്കും കൈക്കാരന്മാർക്കും JCB ഉടമസ്ഥനുമെതിരെ പാലാ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതായി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 3-ന് പുലർച്ചെയാണ് ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം JCB ഉപയോഗിച്ച് തകർത്തത്. ക്ലബിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നേരത്തെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു. സംഭവത്തിൽ 22 ലക്ഷം രൂപ നഷ്ടങ്ങളുണ്ടായെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. JCB ഉപയോഗിച്ച് പാലാ കത്തീഡ്രൽ ചർച്ചിലെ അച്ഛന്മാരും വികാരിയും ഉൾപ്പെടെ ട്രസ്റ്റിമാരും കുറച്ച് ഗുണ്ടകൾ ഉൾപ്പെടെ വന്ന് രാത്രിയിൽ JCB ഉപയോഗിച്ച് തകർത്തതിന് എതിരായിട്ട് പാലാ കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ രാത്രി തകർക്കുക മാത്രമല്ല, അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാ രേഖകളും, വിലപിടിപ്പുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ, അതായത് 47 മുതൽ വൈലി പിതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോകളും അപൂർവമായ ഫോട്ടോകളും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവർ എടുത്തുകൊണ്ട് പോവുകയും മോഷണാസത്യത്തിൽ, അതായത് ഞങ്ങളുടെ പഴയകാലത്തെ നാടകത്തിൻ്റെ സാമഗ്രികൾ, അത് ആൻറ്റിക്കായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ യേശുദാസൊക്കെ അവിടെ വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, യേശുദാസ്, പ്രേം നസീർ, അങ്ങനെ തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മാൻസാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഇവരെല്ലാം വന്നിട്ടുള്ള CYML പ്രവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഫോട്ടോകളും അതിൻ്റെയുള്ള രേഖകളും എല്ലാം ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. അതായത് 6-7 അലമാരികൾ, നമ്മുടെ 10-30 തേക്കിൻ്റെ കസേരകൾ, തേക്കിൻ്റെ മേശകൾ, എല്ലാ സാധനങ്ങളും തന്നെ ഇവർ കൊണ്ടുപോയി. അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ്, അതായത് CCTV ദൃശ്യങ്ങളുണ്ട്. രാത്രി ഇവർ വന്ന് തകർക്കുന്നതും പകല് ഇവർ വന്നിട്ട് ഈ പള്ളി അച്ഛന്മാർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട്, പാലാപ്പള്ളിയിലെ അച്ഛന്മാർ ഉൾപ്പെടെ വന്നിട്ടുള്ള എല്ലാ പരിപാടികളുടെയും ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് അല്ല, CCTV ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ബഹുമാനപ്പെട്ട SHOയും DYSPയും ഒരു ചെറുതുകൾ പോലും അനക്കിയിട്ടില്ല. പരാതി പരിശോധിച്ച കോടതി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജെറി പീറ്ററാണ് CYML വേണ്ടി കോടതിയിൽ ഹാജരായത്. വാർത്താസമ്മേളനത്തിൽ CYML പ്രസിഡന്റ് സതീഷ് K മണർകാട്, ഭാരവാഹികളായ സോണി വലിയകാപ്പിൽ, റെജി ജോർജ് പുളിക്കൽ, സജി പുളിക്കൻ, അനൂപ് ടെൻസൺ വലിയകാപ്പിൽ, ഡിക്സൺ പെരുമണ്ണിൽ, ബിജു വാതിലൂർ, ജോഷി കട്ടക്കയം, ജോണി പന്തപ്ലാക്കൽ, ഷാജി പന്തപ്ലാക്കൽ, ക്ലീറ്റസ് ഇഞ്ചിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.